ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു സ്ലീവാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് അതിനായിട്ട് വേണ്ട ക്ലോത്ത് നമുക്ക് എത്രയാണോ സാധാരണ ഒരു സ്ലീവിന് വേണ്ട ക്ലോത്ത് അതിൻ്റെ ഇരട്ടി ക്ലോത്താണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു 17 ഇഞ്ച് ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത ക്ലോത്താണ്. അതിൻ്റെ ഒരു സൈഡിൽ 17 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. 9 ഇഞ്ചാണ് നമ്മൾ ലെങ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് 3 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 3 ഇഞ്ചാണ് നമ്മളിതിന് വീതി കൊടുത്തിരിക്കുന്നത്. ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം 3 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മുകൾ ഭാഗത്തും നമ്മൾ ഇതുപോലെ ഇങ്ങനെ 3 ഇഞ്ച് കൊടുക്കുന്നത്. രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ 3 ഇഞ്ച് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഡിസ്റ്റൻസ്. അതിനുശേഷം നമ്മൾ ഈ കറക്റ്റ് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ എല്ലാം നമ്മളിങ്ങനെ സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ്. നമുക്ക് കുറച്ചുകൂടി ഈസി ആകാൻ വേണ്ടിയാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോഴും മടക്കി കൊടുക്കുമ്പോഴും ഒക്കെ അതിനു വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നത്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിടുകയും എനേബിൾ ചെയ്തിടുകയും ഒക്കെ ചെയ്യണേ. എന്നിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അപ്പം നമ്മൾ ഇതുപോലെ രണ്ട് വശത്തും ആ 3 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇതുപോലെ സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ കുറച്ചുകൂടി ഈസി ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ ക്ലോത്തിനെ നമ്മളിങ്ങനെ നിവർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ നിവർത്തി ഇങ്ങനെ കൊടുക്കുന്നു. അതിനുശേഷം ഇതാണ് നമ്മുടെ സെൻറ്ററിൻ്റെ ഭാഗത്താണ് ആ മടക്കുള്ളത്. ആ സെൻറ്ററിലേക്ക് നമ്മൾ ഈ 3 ഇഞ്ച് ഇങ്ങനെ നമ്മൾ കൊടുത്തിടം ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നല്ല നീറ്റായിട്ട് വെച്ചതിന് ശേഷം ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന് 6 ഇഞ്ച് വരുന്നിടത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ രണ്ട് സൈഡ് നമ്മൾ ക്ലോസ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇവിടവും മാത്രം ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ ഇവിടുന്ന് വീണ്ടും ആ 3 ഇഞ്ച് ഉള്ള ഭാഗം ഇങ്ങനെ എടുത്ത് രണ്ട് സൈഡും ഇതുപോലെ മടക്കി കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ ഇതിൻ്റെ അടിഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇവിടെ നിന്ന് 3 ഇഞ്ച് ഇങ്ങനെയും നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തിടവും സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ ഒരു ഭാഗം ഇങ്ങനെ നമ്മൾ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ മടക്കി കൊടുത്ത് ഇവിടവും നമ്മൾ ഇതുപോലെ ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നു. മടക്കി കൊടുത്തെടുത്ത് നമുക്കൊന്ന് പിൻ കുത്തി കൊടുക്കാം. അതിനുശേഷം അടുത്ത് നമ്മൾ ഈ മടക്കി വെച്ചിരിക്കുന്നത് ഒന്ന് ഇങ്ങനെ നിവർത്തി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി അടുത്തതും ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാവേ. അപ്പം നമുക്ക് ഇങ്ങനെ നമ്മൾ ഈ ഒരു സൈഡ് ഇങ്ങനെ നമ്മളിപ്പോൾ പിൻ കുത്തി കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ കൊടുത്തിരിക്കുന്ന അതേ വിട്ട് വരാനായിട്ട് ഇപ്പുറത്തെ സൈഡിലും നമ്മൾ മടക്കുമ്പോൾ വരാനായിട്ട് ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ പിൻ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഒരേപോലെ തന്നെ ഒരു സൈഡിൽ കൊടുത്തത് എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കണം അടുത്ത സൈഡിലും കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിവിടം ഇങ്ങനെ ഈ ഒരു ഭാഗം ഇത്രയും ഈ ഒരു ഭാഗം ഇത്രയും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് അത്രയും ഭാഗമേ. അതിനുശേഷം നമ്മളിതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്ത് സാധാരണ നമ്മൾ എങ്ങനെയാണോ സ്ലീവ് കട്ട് ചെയ്യുന്നത് അതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്ലീവ് കട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് സിമ്പിളായിട്ട് സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മളുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനെല്ലാം പ്ലേലിസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആകുന്നതാണ്. എന്നിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ബോക്സ് പ്ലീറ്റഡ് ആണ് കൊടുക്കുന്നത്. 3 ഇഞ്ച് വിട്ടും നമ്മൾ ഇതുപോലെ 17 ഇഞ്ചാണ് ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതിനെ നമ്മളിങ്ങനെ നിവർത്തി കൊടുക്കുന്നു. കറക്റ്റ് സെൻറ്റർ ഇതാണ്. ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇതുപോലെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് സൈഡിലേക്ക് നമ്മൾ 1.5 ഇഞ്ചാണ് ഇപ്പം മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡ് റോങ് സൈഡിലേക്ക് 2 ടൈംസ് ഫോൾഡ് ചെയ്ത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഈ ബോക്സ് പ്ലീറ്റഡ് ഇടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുന്നു. അടുത്ത പോയിന്റിൽ നിന്ന് നമ്മളിങ്ങനെ അടുത്തതിലേക്കും
ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഏറ്റവും സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും വിട്ട് കൊടുക്കാം, അത് നമ്മുടെ ഇഷ്ടം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിടം തമ്മിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരേ വിഡ്ത്തിൽ നമുക്ക് ആവശ്യത്തിന് നല്ല നീറ്റായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമേ. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമ്മളിതിനെ ഇതുപോലെ ഇങ്ങനെ നിവർത്തി കൊടുത്ത് നല്ല നീറ്റായിട്ട് ഇതുപോലെ തന്നെ ഒരേപോലെ തന്നെ നമുക്കിവിടെ എല്ലാ ബോക്സും കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നു. റോങ് സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്, ഇങ്ങനെ തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇപ്പം വളരെ ട്രെൻഡി ആയിട്ടുള്ള സ്ലീവാണ്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.